നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇനിയുള്ള 10 രാപ്പകലുകൾ ദേവീസ്തുതികളും കീർത്തനങ്ങളും നിറയും. കാസർഗോഡ് ജില്ലയിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ തുടക്കം. ഞെട്ടൽ മാറാതെ എരിയാൽ. ചരക്ക് ലോറി നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ തകർന്നത് 10ലേറെ ഇരുചക്ര വാഹനങ്ങളും വൈദ്യുതി തൂണുകളും സിഗ്നൽ ലൈറ്റുകളും. KCJSO കാസർഗോഡ് ജില്ലാ സമ്മേളനം വിദ്യാനഗർ കോൺഫറൻസ് ഹാളിൽ നടന്നു. കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് രചിത TH ഉദ്ഘാടനം ചെയ്തു. കാസർഗോട്ടെ ഷീ ലോഡ്ജ് ഉടൻ തുറക്കണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ഏരിയ സമ്മേളനം. സംസ്ഥാന കമ്മിറ്റി അംഗം P. ബേബി ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ടൗണിനെ പുളകിതമാക്കി മൗലീദ് ജാഥ. ബീരിശ്ശേരി 4 ഷഹദ മഖാമിൽ നിന്നും ആരംഭിച്ച റാലിയിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. കാസർഗോഡ് താലൂക്ക് പലവക സഹകരണ സംഘം ചീഫ് എക്സിക്യൂട്ടീവ് ഫോറം ഓണാഘോഷം സംഘടിപ്പിച്ചു. വിവിധ പരിപാടികൾ ശ്രദ്ധേയമായി. കാസർഗോഡ് ജില്ലാ യോഗ ചാമ്പ്യൻഷിപ്പ് കാഞ്ഞങ്ങാട്ട് നടന്നു. 9 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള മത്സരങ്ങളാണ് നടന്നത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ തുടക്കം. ഇനിയുള്ള 10 രാപ്പകലുകൾ നാടും നഗരവും നവരാത്രി ആഘോഷത്തിൻ്റെ ചൈതന്യപ്രഭയാൽ നിറയും. വിവിധ ക്ഷേത്രങ്ങളിൽ ദേവീസ്തുതികളും കീർത്തനങ്ങളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ പ്രത്യേക വിശേഷ പൂജകളോടെയും ചടങ്ങുകളോടെയും നവരാത്രി കാലത്തെ വരവേറ്റു. നവരാത്രി ദീപം മിഴി തുറന്നതോടെ ഭക്തിസാന്ദ്രമായി നാടും നഗരവും ക്ഷേത്രങ്ങളും. ഇനിയുള്ള 10 രാപ്പകലുകൾ നവരാത്രി ചൈതന്യപ്രഭയാൽ നിറയും. വിവിധ ക്ഷേത്രങ്ങളിൽ ദേവീസ്തുതികളും കീർത്തനങ്ങളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ പ്രത്യേക വിശേഷ പൂജകളോടെയും ചടങ്ങുകളോടെയും നവരാത്രിക്കാലത്തെ വരവേറ്റു. ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം, ചണ്ഡികാ ഹോമം, ഭജന, മഹാപൂജ തുടങ്ങിയ വിവിധ പരിപാടികളോടെയായിരുന്നു ആദ്യ ദിവസത്തിന് തുടക്കമായത്. 9 ഭാവങ്ങളിലുള്ള ദേവീ ചൈതന്യത്തിൽ ഉപാസന ചെയ്തും ശക്തിയും വിജയവും ഐശ്വര്യവും നേടുവാൻ ക്ഷേത്രങ്ങൾ ദേവീസ്തുതികൾ കൊണ്ട് ഭക്തിസാന്ദ്രമാകും. നവരാത്രി ആഘോഷത്തിന് ഭക്തിയുടെ നിറവേകി നവരാത്രി വേഷങ്ങളും ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. പുലികളി, കരടിയും വേട്ടക്കാരനും കരിവേഷം തുടങ്ങിയ വേഷങ്ങൾ ചെണ്ടയുടെയും മദ്ദളത്തിൻ്റെയും ദ്രുതതാളത്തിൽ നഗരങ്ങൾ കീഴടക്കി പ്രയാണം നടത്തും. കാസർഗോട്ടെ പ്രധാന ക്ഷേത്രമായ കാസർഗോഡ് കൊറക്കോട് ശ്രീ ആര്യകാർത്തിയായനി ക്ഷേത്രത്തിൽ രാവിലെ തറവാട് ക്ഷേത്രത്തിൽ നിന്നും ഭണ്ഡാരം എഴുന്നള്ളത്തോടെ ഉത്സവാരംഭം കുറിച്ചു. നവരാത്രി ആഘോഷ സമാപനം വരെ എല്ലാ ദിവസവും വിവിധ താന്ത്രിക ചടങ്ങുകളും നടക്കും. ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി ആഘോഷങ്ങൾക്ക് ശേഷം 2-ാം തീയതിയാണ് നവരാത്രി ആഘോഷങ്ങളുടെ സമാപനം. കാസർഗോഡ് ജില്ലയിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളായ ചട്ടഞ്ചാൽ മഹാലക്ഷ്മിപുരം മഹിഷമർദിനി ക്ഷേത്രം, മല്ലം ദുർഗാപരമേശ്വരി ക്ഷേത്രം, മധൂർ കാളി സാഹിത ഭുവനേശ്വരി ക്ഷേത്രം, കോട്ടക്കണി രാമനഗർ രാമനാഥ സാംസ്കൃതിക ഭവനം, ഉദയമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം, കൊറക്കോട് കാശി കാള ഭൈരവേശ്വര ക്ഷേത്രം, ദേളി തായത്തൊട്ടി ദുർഗാപരമേശ്വരി ക്ഷേത്രം, ഹൊസ്തുർഗ് മാരിയമ്മൻ ക്ഷേത്രം, മാങ്ങാട് മേലോത്തുങ്കാൽ ബാലഗോപാല ക്ഷേത്രം, പാങ്കോട് ദുർഗാപരമേശ്വരി ക്ഷേത്രം, ആദൂർ ഭഗവതി ക്ഷേത്രം, അണങ്കൂർ ശാരദാംബ ഭജന മന്ദിരം, തൈര ദുർഗാപരമേശ്വരി ക്ഷേത്രം, ചരൽക്കടവ് ദുർഗാപരമേശ്വരി ക്ഷേത്രം, പാലക്കുന്ന് ഭഗവതി ക്ഷേത്രം, മാട്ടുമ്മൽ ദുർഗാപരമേശ്വരി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം നവരാത്രിയുടെ ഭാഗമായുള്ള ചടങ്ങുകളും വിവിധ ആധ്യാത്മിക പരിപാടികളും നടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് എരിയാൽ ദേശീയപാതയിലെ സർവീസ് റോഡിൽ ചരക്ക് ലോറി നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൻ്റെ ഞെട്ടൽ ഇനിയും മാറിയില്ല. റോഡരികിൽ നിർത്തിയിട്ട 10ലേറെ ഇരുചക്ര വാഹനങ്ങളും വൈദ്യുതി തൂണുകളും സിഗ്നൽ ലൈറ്റുകളുമാണ് അപകടത്തിൽ തകർന്നത്. ഇത്രയേറെ നഷ്ടങ്ങളുണ്ടായ അപകടം ദേശീയപാത സർവീസ് റോഡ് വഴിയുള്ള യാത്രയെ തന്നെ ആശങ്കയിലാഴ്ത്തുന്നതാണ്.
കാസർഗോഡ് എരിയാൽ അടിപ്പാതയ്ക്ക് സമീപത്ത് ഞായറാഴ്ച രാവിലെ 6 നാടിനെ നടുക്കിയ വൻ അപകടമുണ്ടായത്. കർണാടക ഹുബ്ലിയിൽ നിന്നും പഞ്ചസാരയുമായി കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന ലോറിയാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. ലോറി ഇടിച്ചു കയറിയതിനെ തുടർന്ന് റോഡരികിൽ നിർത്തിയിട്ട 10-ലേറെ ഇരുചക്ര വാഹനങ്ങളും വൈദ്യുതി തൂണുകളും സിഗ്നൽ ലൈറ്റുകളും അപകടത്തിൽ തകർന്നു. വാടക വീടുകളിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇരുചക്ര വാഹനങ്ങളാണ് തകർന്നത്. സർവീസ് റോഡരികിലായിരുന്നു ഇവ നിർത്തിയിട്ടിരുന്നത്. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകൾ, സൈൻ ബോർഡുകൾ, കണ്ണാടികൾ, റീറ്റെയിനിംഗ് വാൾ, വൈദ്യുതി ഇലക്ട്രിക് പോസ്റ്റ് എന്നിവയും തകർന്നിട്ടുണ്ട്. 1.06 ലക്ഷം രൂപയുടെ നഷ്ടം നേരിട്ടതായി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്ത ULCCS PRO മനീഷ് കുമാർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. വൈദ്യുതി തൂണുകളിൽ ഉൾപ്പെടെ ഇടിച്ചതിനാൽ ലോറിക്കും വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടം നടന്നത് ഞായറാഴ്ചയായതിനാലും രാവിലെ ആയതിനാലും തിരക്ക് കുറവായിരുന്നു. മറ്റു വാഹനങ്ങളും കാൽനട യാത്രക്കാരുമില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഇവിടെ ഒഴിവായത്. അപകടത്തിൽ തകർന്ന ഇരുചക്ര വാഹനങ്ങളുടെ ഉടമകൾ പരാതി നൽകുവാനായി പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ലോറി ഉടമ കർണാടകയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ടെന്നും അവരെത്തിയതിനു ശേഷം ഇരുചക്ര വാഹന ഉടമകളുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുകയെന്നും പോലീസ് അറിയിച്ചു. ആളപായമില്ലാത്തതിനാൽ ഡ്രൈവർക്ക് സ്റ്റേഷനിൽ നിന്നു തന്നെ ജാമ്യം ലഭിച്ചേക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സിവിൽ ജുഡീഷ്യൽ സ്റ്റാഫ് ഓർഗനൈസേഷൻ KCJSO കാസർഗോഡ് ജില്ലാ സമ്മേളനം വിദ്യാനഗർ കോൺഫറൻസ് ഹാളിൽ നടന്നു. കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് രചിത TH ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സിവിൽ ജുഡീഷ്യൽ സ്റ്റാഫ് ഓർഗനൈസേഷൻ KCJSO കാസർഗോഡ് ജില്ലാ സമ്മേളനം വിദ്യാനഗർ കോർട്ട് കോൺഫറൻസ് ഹാളിൽ നടന്നു. കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് രചിത TH സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ അവകാശമാണ്. ആ അവകാശങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ എത്രമാത്രം ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പം അതെന്നും തുടർന്ന് കൊണ്ടുപോകണമെന്നാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിലും വളരെ, അതായത് സുപ്രീം കോടതിയിലായാലും എവിടെയായാലും കേസ് നടത്തി നിങ്ങളുടേതായ അവകാശങ്ങൾ നിങ്ങൾ നേടിയെടുക്കും. അതിൽ വളരെ മനോഹരമായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കും. ജില്ലാ പ്രസിഡന്റ് പ്രമോദ് കുമാർ KP അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ദയാനന്ദ HV, കാസർഗോഡ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് AG നായർ, കാസർഗോഡ് ജില്ലാ കോടതി സീനിയർ സൂപ്രണ്ട് പ്രവീൺ കുമാർ TP, കാസർഗോഡ് മുൻസിഫ് കോടതി ജൂനിയർ സൂപ്രണ്ട് അനിൽകുമാർ K, മുൻ ജില്ലാ പ്രസിഡന്റ് ശശിധരൻ മയിച്ച, കാസർഗോഡ് അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് ജയറാം ഷെട്ടി എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി സുരേന്ദ്രകുമാർ K റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ വസന്ത N വരവ് ചിലവ് അവതരണം നടത്തി. തുടർന്ന് പ്രതിനിധി സമ്മേളനം, സംഘടനാ ചർച്ച, ഭാരവാഹികളെ തെരഞ്ഞെടുക്കൽ എന്നിവ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജീവേഷ് CR ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രതീഷ് MM അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സുരേന്ദ്രകുമാർ K സ്വാഗതവും ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ രേഷ്മ K നന്ദിയും പറഞ്ഞു. സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നവംബർ 8, 9 തീയതികളിലായി കാഞ്ഞങ്ങാട്ട് നടക്കും. ന്യായാധിപന്മാരും ജനപ്രതിനിധികളും സംഘടനാ നേതാക്കളുമൊക്കെ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിലെ എല്ലാ സിവിൽ കോടതി ജീവനക്കാരും പങ്കെടുത്തുകൊണ്ട് സമ്മേളനം വൻ വിജയമാക്കണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് EA ദിനേശ് കുമാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജീവേഷ് CR, സ്വാഗത സംഘം ചെയർമാൻ ദയാനന്ദ HV, സ്വാഗത സംഘം ജനറൽ കൺവീനർ പ്രമോദ് കുമാർ KP, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി സുരേന്ദ്രകുമാർ K എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ബദിയടുക്കയിൽ ഓംലെറ്റും പഴവും തൊണ്ടയിൽ കുടുങ്ങിയ വെൽഡിംഗ് തൊഴിലാളി ദാരുണമായി മരണപ്പെട്ടു. ബാറടുക്ക സ്വദേശിയായ വിസാന്തി ഡിസൂസയാണ് മരിച്ചത്. തട്ടുകടയിൽ നിന്നും ഓംലെറ്റും പഴവും വാങ്ങിക്കഴിക്കവെയായിരുന്നു സംഭവം. വിസാന്തിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഓംലെറ്റും പഴവും കഴിക്കുന്നതിനിടെ അസ്വസ്ഥത അനുഭവപ്പെട്ട് വെൽഡിംഗ് തൊഴിലാളി മരണപ്പെട്ട സംഭവം നാടിന്റെ വേദനയായി. ബദിയടുക്ക ബാറടുക്കയിലെ ചുള്ളിക്കാന ഹൗസിൽ പരേതനായ പൊക്രയിൽ ഡിസൂസയുടെ മകൻ വിസന്ത ഡിസൂസയാണ് ദാരുണമായി മരണപ്പെട്ടത്.
ഞായറാഴ്ച വൈകുന്നേരം 4:30 മണിയോടെ വിസാന്തി ഡിസൂസ ബാറടുക്കയിലെ ഒരു തട്ടുകടയിൽ നിന്നും ഓംലെറ്റും പഴവും വാങ്ങി കഴിച്ചപ്പോഴായിരുന്നു സംഭവം. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുകയും ശ്വാസം കിട്ടാതെ വരുന്ന അവസ്ഥയുമുണ്ടായി. സ്ഥലത്തുണ്ടായിരുന്നവർ ഉടൻ തന്നെ കാസർകോട്ടെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല. ആശുപത്രിയിൽ എത്തുന്നതിനു മുൻപ് തന്നെ മരണം സംഭവിച്ചതായാണ് ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതിനെ തുടർന്ന് ശ്വാസതടസ്സമുണ്ടായതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും ഡോക്ടർമാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സംഭവത്തിൽ ബദിയടുക്ക പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർകോട്ടെ ഷീ ലോഡ്ജ് ഉടൻ തുറക്കണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം പി ബേബി ഉദ്ഘാടനം ചെയ്തു. കാസർകോട്ടെ ഷീ ലോഡ്ജ് ഉടൻ തുറക്കണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. സ്ത്രീത്വത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം അപമാനിക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടിയെടുക്കണമെന്നും കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ സ്ത്രീകളുടെ വിശ്രമ കേന്ദ്രം കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം പി ബേബി ഉദ്ഘാടനം ചെയ്തു. ആഗോളീകരണത്തിന്റെ ഫലം ഏറ്റവും കൃത്യമായി നമ്മൾ അനുഭവിക്കുന്നു എന്ന് തന്നെയാണ്. അത് അതിന്റെ ഗുണഫലം മാത്രമാണ്. അതിന്റെ ദോഷഫലങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും ഒക്കെ തന്നെ വരുമ്പോൾ ഏറ്റവും ശക്തമായി എതിർത്ത ഒരു സംഘടന കൂടിയാണ് നമ്മുടെയൊക്കെ തന്നെ അല്ലെ. ഇടതുപക്ഷമൊക്കെ തന്നെ വളരെ കൃത്യമായി എതിർത്തിട്ടുണ്ട്. ഇത് നമ്മുടെ അടുക്കള ബജറ്റിനെ താളം തെറ്റിക്കും. ഇത് നമ്മളെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും അതിൻ്റെതായ രീതിയിലേക്ക് പോകും. അത് സാമ്രാജ്യത്വവൽക്കരണത്തിന് കൂടുതൽ ആക്കം കൂട്ടം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ അതിനെ എതിർക്കാൻ വേണ്ടി കാരണം. ഇപ്പോൾ അമേരിക്ക എടുക്കുന്ന ഓരോ തീരുമാനവും നമ്മളെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 91 മുതൽ കൊണ്ടു നടക്കുന്ന സമരങ്ങൾ, നമ്മൾ 91 മുതൽ ആഗോളവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനുമെതിരെ വളരെ ശക്തമായ സമരപാതയിലാണ് അല്ലെ. എം ലളിത അധ്യക്ഷത വഹിച്ചു. കെ ജയകുമാരി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി എം സുമതി, ഗീതാ സമാനി, ജയന്തി, എം കെ രവീന്ദ്രൻ, കെ സുമതി എന്നിവർ സംസാരിച്ചു. ടി ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. പുതിയ ഭാരവാഹികളായി കെ എസ് റീനയെ പ്രസിഡന്റായും പി ജാനകി, അഖില റൈ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും സി ശാന്തകുമാരിയെ സെക്രട്ടറിയായും കെ ഇന്ദിര, ഓമന എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും എം ബിന്ദുവിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്നേഹപ്രവാചകന്റെ 1.5 സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ തൃക്കരിപ്പൂർ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീനും മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും നടത്തിയ മൗലീദ് ജാഥ തൃക്കരിപ്പൂർ ടൗണിനെ അക്ഷരാർത്ഥത്തിൽ പുളകിതമാക്കി. മൻകൂസ് മൗലീദിൻ്റെയും അഷ്റഖ ബൈത്തിൻ്റെയും ഈരടികളോടെയും ബീരിച്ചേരി 4 ഷഹദ മഖാമിൽ നിന്നും പ്രാർത്ഥനയോടെ ആരംഭിച്ച റാലിയിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. അനുഗ്രഹിക്കുന്ന മദ്രസകളിൽ നിന്നും ഒരുക്കിക്കൊണ്ട് നടക്കുന്ന മൗലിദ് ജാഥയാണ്. വിവിധ മദ്രസകളിലെയും ദർസുകളിലെയും വിദ്യാർത്ഥികൾ ബൈത്തിന്റെ ഈണത്തിനൊത്ത് ദഫ്മുട്ടി താളം പിടിച്ചാണ് നീങ്ങിയത്.
മീലാദ് റാലിക്ക് റേഞ്ച് പ്രസിഡന്റ് സയ്യിദ് ഷഫീഖ് തങ്ങൾ, ജില്ലാ ജനറൽ സെക്രട്ടറി ഹാരിസ് അൽ ഹസനി, റേഞ്ച് വൈസ് പ്രസിഡന്റ് ബഷീർ ഫൈസി മാണിയൂർ, മുഫത്തിഷ് മുജവിദ് അനസ് മൗലവി, ട്രഷറർ അൽ യസസി ബൈത്താൻ, മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി മുഹമ്മദ് അലി, സെക്രട്ടറി ടി കുഞ്ഞിമൊയ്തീൻ കുട്ടി, ട്രഷറർ സി സത്താർ ഹാജി, എ ജി അമീർ ഹാജി, അബ്ദുൽ റൌഫ് ഹുദവി, അമീർ കൂലേരി, ഷുഹൈബ് ഫൈസി, ഒ കെ അബ്ദുൽ റഷീദ് മൗലവി, ജലീൽ കാരോളം, സയ്യിദ് മുഹമ്മദ് ആഷിഖ് തങ്ങൾ, ഒ ടി അബ്ദുൽ റൌഫ് മൗലവി, എം ഫൈസൽ മൗലവി എന്നിവർ നേതൃത്വം നൽകി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് താലൂക്ക് പലവക സഹകരണ സംഘം ചീഫ് എക്സിക്യൂട്ടീവ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സഹസ്പർശം 25 എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷം വിവിധ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി. കാസർഗോഡ് താലൂക്ക് പലവക സഹകരണ സംഘം ചീഫ് എക്സിക്യൂട്ടീവ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സ്നേഹസ്പർശം 2025 സംഘടിപ്പിച്ചു. ചെർക്കള മാർത്തോമ ബദിര വിദ്യാലയത്തിൽ നടന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായി പലവക സഹകരണ സംഘം ജീവനക്കാർ പങ്കെടുത്ത വിവിധ കലാകായിക മത്സരങ്ങൾ നടന്നു. വിഭവസമൃദ്ധമായ ഓണസദ്യയുമുണ്ടായിരുന്നു. എന്നെ നെല്ലിക്കുന്ന് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. വളരെ വളരെ നല്ല ദേശീയ കൈ തൊടാൻ പാടില്ല. ഫസ്റ്റ് സെക്കൻഡ് നോക്കണേ. നവരസങ്ങൾ ആരംഭിക്കുന്നു. ഓണാഘോഷം എന്നത് കേരളീയരുടെ എല്ലാവരുടെയും ആഘോഷമാണ്. അത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആഘോഷമല്ല. ഓണം ആഘോഷിക്കാത്തവന് കേരളീയനല്ല എന്ന് പറഞ്ഞാൽ അതിൽ ആർക്കും വിയോജിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെ കേരളീയനുണ്ടെങ്കിൽ ചന്ദ്രനിൽ ഒരു മലയാളി ഉണ്ടെങ്കിൽ അവിടെയും ആ മലയാളിയും ഓണം ആഘോഷിക്കും. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മലയാളികൾ ഓണം ആഘോഷിക്കുന്നുണ്ട്. ഓണം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിഭവസമൃദ്ധമായ സദ്യ ഉണ്ണുക എന്നത് മാത്രമല്ല, നമ്മുടെ ഇടയിലുള്ള ഐക്യം എത്രമാത്രമാണെന്ന്. നമുക്ക് ഇവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, മതങ്ങളുണ്ട്, ജാതികളുണ്ട്, ഭാഷകളുണ്ട്. അപ്പോൾ അതിനെല്ലാം അതീതമായി നമ്മൾക്ക് യോജിച്ച് നിൽക്കാൻ കഴിയുന്ന സമയത്ത് യോജിച്ച് നിൽക്കാനും അതുപോലെ തന്നെ ഐക്യത്തിൽ നിൽക്കേണ്ട സമയത്ത് ഐക്യത്തിൽ നിൽക്കാനും കേരളീയർക്കല്ലാതെ മറ്റൊരു വിഭാഗത്തിനും സാധിക്കുകയില്ല എന്ന് നമ്മൾ ഈ ഓണാഘോഷം പോലുള്ള പരിപാടികളിലൂടെ ലോകത്തിന് തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ്. ഫോറം പ്രസിഡന്റ് PK വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ A ജയചന്ദ്രൻ, അസിസ്റ്റന്റ് ഡയറക്ടർ K മുഹമ്മദ് സാലിഹ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സംഘം സീനിയർ ഇൻസ്പെക്ടർ M മണികണ്ഠൻ, ഫോറം സെക്രട്ടറി KV സജേഷ്, ഭാരവാഹികളായ V താമരാക്ഷൻ, K മുരളീധരൻ, മധുസൂദനൻ പാണൂർ, K വരദരാജ്, EK രാജേഷ്, ഗിരികൃഷ്ണൻ കൂടാല എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ യോഗ അസോസിയേഷന്റെ 17ാമത് ജില്ലാ യോഗ ചാമ്പ്യൻഷിപ്പ് കാഞ്ഞങ്ങാട് ഹൊസ്തുർഗ് ബാങ്ക് ഹാളിൽ നടന്നു. 9 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള മത്സരങ്ങളാണ് നടന്നത്. സംസ്ഥാന മത്സരങ്ങൾക്ക് മുന്നോടിയായാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. കാസർഗോഡ് ജില്ലാ യോഗ അസോസിയേഷന്റെ 17ാമത് ജില്ലാ യോഗ ചാമ്പ്യൻഷിപ്പ് കാഞ്ഞങ്ങാട് ഹൊസ്തുർഗ് ബാങ്ക് ഹാളിൽ നടന്നു. 9 വയസ്സ് മുതൽ 70 വയസ്സുവരെയുള്ളവർക്കാണ് മത്സരങ്ങൾ നടത്തിയത്. സംസ്ഥാന മത്സരങ്ങൾക്ക് മുന്നോടിയായാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത്.
രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ആചരിക്കുന്നുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി അടക്കം ഒരുപാട് സെലിബ്രിറ്റികൾ, സിനിമാ ലോകത്തെ സെലിബ്രിറ്റികൾ അടക്കം പലരും ഈ ജൂൺ 21 യോഗാ ദിനമായി ആചരിക്കുന്ന സമയത്ത് യോഗ അവർ പരസ്യമായി പ്രാക്ടീസ് ചെയ്ത് ഈ ആധുനിക തലമുറയെ ഇതിൽ പ്രചോദനം കൊടുത്ത് യോഗയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സമീപനം സെലിബ്രിറ്റികളിൽ നിന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് യോഗ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വലിയ ആശ്വാസം പകരുന്ന ഒന്നാണ്. ഇവിടെ കുട്ടികൾ അവരുടെ യോഗ പരിശീലനത്തിലൂടെ, അവർക്ക് കിട്ടിയിരിക്കുന്ന പരിശീലനത്തിലൂടെ ഈ പറയപ്പെടുന്ന പ്രാണായാമം അടക്കം ശരീരം ശ്വസന ഇതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ കാണിച്ച് അവർ പഠിച്ചതിൽ നിന്ന് മത്സരാർത്ഥികളായി പങ്കെടുത്ത് ആ മത്സരത്തിൽ ജയിക്കുന്ന ആളുകൾക്ക് ട്രോഫികളൊക്കെ കൊടുക്കുന്നു. M. പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് വ്യവസായി PM ഹസൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. യോഗ ചികിത്സാ രംഗത്ത് 50 വർഷം പൂർത്തീകരിച്ച ശംഭു നമ്പൂതിരിയെ ആദരിച്ചു. പ്രവീൺ തോയമൽ, C. നാരായണൻ നായർ, അനു ജോസഫ് എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് KK പ്രഭാകരൻ സ്വാഗതവും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി NK ശ്യാംകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ബാലഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ കായികമേള വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ബാലഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 32ാമത് സ്കൂൾ കായികമേള വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം മാർച്ച് പാസ്റ്റിൽ അഭിവാദ്യം സ്വീകരിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സംവിധാനം. നമ്മൾ ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യുവാനും അവരുമായി നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ അത് ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ഉത്തരവാദിത്തമാണ് നമ്മുടെ സ്കൂൾ തലത്തിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് നൽകിയത്. ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് ഗുരുദത്ത് പൈ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വെങ്കിട്ടരമണ ഹൊള്ള, PTA വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം, പ്രിൻസിപ്പൽ ലീലാവതി K. നായർ, പൗലോസ്, രൂപകല, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ സംബന്ധിച്ചു. KB ദീപ്തി സ്വാഗതവും PTA ഖജാൻജി K. പ്രകാശൻ നന്ദിയും പറഞ്ഞു. കായിക മത്സരങ്ങളിൽ വിദ്യാർത്ഥികൾ ആവേശപൂർവ്വം പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മറാഠി സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മറാഠി ദിനാചരണം നടത്തി. ബദിയടുക്കയ്ക്ക് സമീപം പിലാങ്കട്ടയിൽ പുതുതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മറാഠി സഭാഭവനിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ബദിയടുക്ക മറാഠി സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ മറാഠി ദിനാചരണം നടത്തി. പിലാങ്കട്ടയിൽ പുതുതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മറാഠി സഭാഭവനിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. റിട്ടയർഡ് DMO ഡോക്ടർ നാരായണ നായിക് ദീപം തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മറാഠി സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് ശ്യാം പ്രസാദ് മാനിയ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് SP ഹരിശ്ചന്ദ്ര നായിക്, സുബ്രയ നായിക്, വിശ്വനാഥ് നായിക്, സീതാറാം നായിക്, രാമനായിക് അടൂർ, ലക്ഷ്മണ ദേലമ്പാടി, ജയശ്രീ ചുക്കിനാടുക്ക, ഗോപാൽ, രാധാകൃഷ്ണ നായിക് പൈക്ക, ഹരീഷ് കുമാർ ചേരാലു, നാരായൺ നായിക്, പെർള അടൂർ, ബദിയടുക്ക, ചെങ്കള, മധൂർ, പൈവളികെ പഞ്ചായത്ത് ഭാരവാഹികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള മറാത്തി അസോസിയേഷൻ സെക്രട്ടറി ബാലകൃഷ്ണ നായിക് സ്വാഗതവും ട്രഷറർ മൈല നായിക് നന്ദിയും പറഞ്ഞു. ചന്ദ്രശേഖർ എത്തെടുക്ക സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പരിപാടിക്ക് മുന്നോടിയായി മുൻ സൈനികൻ കൃഷ്ണനായിക് പതാക ഉയർത്തുകയും മറാത്തി ദിനാചരണത്തിൻ്റെ ഉദ്ദേശം വിശദീകരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കിണറിൽ വീണ കാസർഗോഡ് കുള്ളൻ പശുക്കിടാവിന് രക്ഷകരായി ഫയർഫോഴ്സ്. എൺമകജെ കാട്ടുകുക്കെ കന്തേരിയിലെ കിണറിൽ അബദ്ധത്തിൽ വീണ പശുക്കിടാവിനെ സാഹസികമായാണ് ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയത്. എൺമകജെ കാട്ടുകുക്കെ കന്തേരിയിലെ കൂക്ക എന്നയാളുടെ കാസർഗോഡ് കുള്ളൻ പശുക്കിടാവിനെയാണ് ഫയർഫോഴ്സ് അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത്. അബദ്ധവശാൽ 31 കോൽ ആഴവും 20 അടി വെള്ളവും ആൾമറയില്ലാത്തതുമായ ഉപയോഗശൂന്യമായ കിണറിലേക്ക് പശുക്കുട്ടി വീഴുകയായിരുന്നു. നാട്ടുകാർക്ക് രക്ഷപ്പെടുത്തുവാൻ സാധിക്കാതെ വന്നപ്പോൾ ഉടൻ തന്നെ കാസർഗോഡ് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു.
റെസ്ക്യൂ ഓഫീസർ VN വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തുകയും F&R ഓഫീസർ JA അബൈസൻ റെസ്ക്യൂ നെറ്റിന്റെ സഹായത്താൽ കിണറ്റിലിറങ്ങി പശുക്കിടാവിനെ പുറത്തെത്തിക്കുകയുമായിരുന്നു. JB ജിജോ, അതുൽ രവി, ഫയർവുമൺ OK അനുശ്രീ, ഹോംഗാർഡ് P ശ്രീജിത്ത് എന്നിവരും രക്ഷാപ്രവർത്തന സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ഫെഡ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ആദ്യ വാർഷിക പൊതുയോഗം നടന്നു. യോഗത്തിൽ കമ്പനിയുടെ പുതിയ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ തെരഞ്ഞെടുത്തു. മഞ്ചേശ്വരം ഫെഡ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ആദ്യ വാർഷിക പൊതുയോഗം ഉപ്പള കൈക്കമ്പയിലെ പഞ്ചമി ഹാളിൽ നടന്നു. കമ്പനിയുടെ ചെയർമാൻ ഖാദർ KMയുടെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. അങ്ങനെ സൂചന കൊടുത്തു. ആ വിഷയം കൊണ്ട് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണ നിലയ്ക്ക് കമ്പനിയുടെ ചേർന്നതോട് കൂടിയിട്ട് നെക്സ്റ്റ് ഇയറോ അല്ലെങ്കിൽ 2-3 വർഷം കൂടുമ്പോഴേക്കും നിലനിൽക്കില്ല എന്നുള്ള സംഗതി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾക്കൊരു പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു. ചക്ക കൊണ്ടുള്ള മൗല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കി അത് വിപണനം ചെയ്യാം. ഡയറക്ടർ B ഫാത്തിമ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡയറക്ടർ ജ്യോതിഷ വരവ് ചെലവ് കണക്കും ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. കമ്പനിയുടെ പുതിയ ഭരണസമിതി, പുതിയ ഓഡിറ്ററുടെ നിയമനം കമ്പനി ഉപദേഷ്ടാവ് അനിൽകുമാർ വിശദീകരിച്ചു. ഡയറക്ടർമാരായ നാഗേഷ് വോർക്കാടി, മൊയ്തീൻ ഷെഫീഖ്, ചന്ദ്രഹാസ് ഷെട്ടി, അഷ്റഫ് കുഞ്ചത്തൂർ, ചിദാനന്ദ, കമ്പനി CEO അശ്വതി എന്നിവർ പങ്കെടുത്തു. സെക്രട്ടറി രാമചന്ദ്ര T സ്വാഗതവും ഡയറക്ടർ ഐറിൻ ജോസഫിൻ നന്ദിയും പറഞ്ഞു. ഖാദർ KM, ജ്യോതിഷ, രാജശേഖർ N, ഐറിൻ ജോസഫിൻ, നാഗേഷ് M, രാമചന്ദ്ര T, അനിൽകുമാർ D, B ഫാത്തിമ, അഷ്റഫ് കുഞ്ചത്തൂർ, ചിദാനന്ദ, മൊയ്തീൻ ഷെഫീഖ് എന്നിവരെ കമ്പനിയുടെ പുതിയ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായി തിരഞ്ഞെടുത്തു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ജില്ലാ ഘടകത്തിൻ്റെ നേതൃത്വത്തിൽ അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കേരള സംസ്ഥാനതല എഞ്ചിനീയേഴ്സ് ഡേ ആഘോഷിച്ചു. പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച എഞ്ചിനീയറായ ഭാരത് രത്ന M വിശ്വേശ്വരയ്യരുടെ സ്മരണാർത്ഥമാണ് എഞ്ചിനീയേഴ്സ് ഡേ ആഘോഷിച്ചത്. സെപ്റ്റംബർ 21 ഞായറാഴ്ച 10 മണിക്കാണ് പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ പരിപാടി നടന്നത്. അസോസിയേഷൻ കാസർഗോഡ് കമ്മിറ്റി തയ്യാറാക്കിയ സോവിനർ ചടങ്ങിൽ വെച്ച് എഞ്ചിനീയർ CJ കൃഷ്ണൻ പ്രകാശനം ചെയ്തു. All the esteemed member of the Association of Engineers, Association of Institute of Engineers from Kerala, I feel privileged as well as honored to stand before you in order to celebrate the Engineers Day, to commemorate the birth anniversary of the legendary engineer, the statesman, Bharat Ratna, nation builder, and many more, what we can call Sri Mokshagundamaya Vishwesharaya ji. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എഞ്ചിനീയർ ബൈജു PB അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ PWD, ഇറിഗേഷൻ, LSGD എന്നീ വിഭാഗങ്ങളിലെ എഞ്ചിനീയർമാർ പങ്കെടുത്ത പരിപാടിയിൽ കേരള കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിദ്ദു P അൽഗൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഈ വർഷത്തെ എഞ്ചിനീയേഴ്സ് ഡേ തീമായ ഡീപ് ടെക് ആൻഡ് എഞ്ചിനീയറിംഗ് എക്സലൻസ് ഡ്രൈവിംഗ് ഇന്ത്യാസ് ഡെക്കോഡ് എന്ന വിഷയത്തിലും സ്വതന്ത്ര ഇന്ത്യയുടെ നിർമ്മാണത്തിൽ മോക്ഷകുണ്ടം വിശ്വേശ്വരയ്യരുടെ സംഭാവനകളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ഇന്ത്യൻ ജിയോ ടെക്നോളജിക്കൽ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ അനിൽ ജോസഫ് എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ ഫോർ കൺട്രോൾഡ് ഡിമോളിഷൻ ടെക്നിക് ആൻഡ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫോർ ബിൽഡിംഗ് എന്ന വിഷയത്തിൽ സെമിനാർ എടുത്തു. ചടങ്ങിൽ വെച്ച് എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മുഖ്യാതിഥിയായ വൈസ് ചാൻസലർ മെഡലുകൾ സമ്മാനിച്ചു. ദീപു S, ഹാഷിം PA, ഉഷാദേവി S, ബിജോയ് എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ സീന P രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. രാജീവൻ K നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെള്ളിക്കുന്നത്ത് ഭഗവതികാവിൽ നവാഹ യജ്ഞത്തിന് തുടക്കമായി. ആചാര്യ വരവേൽപ്പും യജ്ഞദീപം തെളിയിക്കലും നടന്നു. വെള്ളിക്കുന്നത്ത് ഭഗവതികാവ് ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞം കളവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. വെള്ളിക്കോത്ത് നീണ്ട 64 വർഷങ്ങൾക്ക് ശേഷം കട്ട്
നീണ്ട 64 വർഷങ്ങൾക്ക് ശേഷം വെള്ളിക്കുന്നത്ത് ഭഗവതികാവിൽ ഒക്ടോബർ 2 വരെ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞവും നവരാത്രി മഹോത്സവവും നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. വെള്ളിക്കോത്ത് പടിക്കാൽ ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളം, മുത്തുക്കുട എന്നിവയുടെ അകമ്പടിയോടെ നടന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ മാതൃസമിതി അംഗങ്ങൾ, ബാലികമാർ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, മറ്റ് നിരവധി ഭക്തജനങ്ങളും അണിചേർന്നു. പടിക്കാൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കലവറ ഘോഷയാത്ര വെള്ളിക്കോത്ത് അയ്യപ്പ ഭജന മന്ദിരം, യങ് മെൻസ് ക്ലബ്ബ്, വെള്ളൂർ വയൽ, കാറ്റാടി നാഗപ്പറമ്പ് ദേവസ്ഥാനം പരിസരം വഴി വെള്ളിക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന സമർപ്പണ ചടങ്ങ് നടന്നു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി നാരായണൻകുട്ടി നായർ, ജനറൽ കൺവീനർ കെ കൃഷ്ണൻ മാസ്റ്റർ, ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ, ഖജാൻജി കെ വി കൃഷ്ണൻ, പി ദിവാകരൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് കോടോത്ത് നാരായണൻ നായർ, ബി നാരായണൻ, പി രമേശൻ, കെ ഗോപി, പി സുധാകരൻ നായർ, പി കുഞ്ഞികൃഷ്ണൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈകിട്ട് എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ, ക്ഷേത്രം തന്ത്രി ആലമ്പാടി പത്മനാഭ പട്ടേരി, യജ്ഞാചാര്യൻ ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തിരുവനന്തപുരം, മറ്റു സഹ ആചാര്യന്മാർ എന്നിവരെ യജ്ഞശാലയിലേക്ക് ആനയിച്ച് ആചാര്യവരവേൽപ്പ് നൽകി. തുടർന്ന് സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ യജ്ഞദീപം തെളിയിച്ചു. ആചാര്യവരണം, ദേവി ഭാഗവത മഹാത്മ്യ ಪ್ರಭಾಷಣಂ എന്നിവയും നടന്നു. ಭಗವತಿ ಕಾವಲಲ್ಲಿ ನವರಾತ್ರಿ ಉತ್ಸವದ ಅಂಗವಾಗಿ ನಡೆಯುವಂತಹ ದೇವಿ ಭಾಗವತ ನವಾಹ ಯಜ್ಞದ ಪ್ರಾರಂಭ ಸನ್ನಿಧಿಯಲ್ಲಿ ಇವತ್ತು ನಡೀತಾ ಇದೆ. ನವರಾತ್ರಿ ಉತ್ಸವ ಅನ್ನೋದು ನಮಗೆ ಹಿಂದೂಗಳಿಗೆ ಸನಾತನ ಧರ್ಮದಲ್ಲಿ ಬಹಳ ಪ್ರಾಶಸ್ತ್ಯವನ್ನು ಹೊಂದಿದಂಥ ಒಂದು ಪರ್ವ ದಿನಗಳು. തിങ്കളാഴ്ച രാവിലെ ഗണപതി ഹോമവും തുടർന്ന് ലളിത സഹസ്ര നാമജപവും ഗ്രന്ഥപൂജയും ശ്രീമദ് ദേവി ഭാഗവത പാരായണവും പ്രഭാഷണവും നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് ഉച്ചപൂജയും തുടർന്ന് അന്നദാനവും നടക്കും. വൈകിട്ട് 6:45 ദീപാരാധനയും 8 മണിക്ക് നിറമാല പൂജയും തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ പൂജകളും അന്നദാനവും നടക്കും. ഒക്ടോബർ 2 ആഘോഷ പരിപാടികൾ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇനിയുള്ള 10 രാപ്പകലുകൾ ദേവീസ്തുതികളും കീർത്തനങ്ങളും നിറയും. കാസർഗോഡ് ജില്ലയിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ തുടക്കം. ഞെട്ടൽ മാറാതെ എരിയാൽ ചരക്ക് ലോറി നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ തകർന്നത് 10ലേറെ ഇരുചക്ര വാഹനങ്ങളും വൈദ്യുതി തൂണുകളും സിഗ്നൽ ലൈറ്റുകളും. KCJSO കാസർഗോഡ് ജില്ലാ സമ്മേളനം വിദ്യാനഗർ കോൺഫറൻസ് ഹാളിൽ നടന്നു. കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് രചിത TH ഉദ്ഘാടനം ചെയ്തു. കാസർഗോട്ടെ ഷീ ലോഡ്ജ് ഉടൻ തുറക്കണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ഏരിയ സമ്മേളനം. സംസ്ഥാന കമ്മിറ്റി അംഗം P. ബേബി ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ടൗണിനെ പുളകിതമാക്കി മൗലീദ് ജാഥ. ബീരിശ്ശേരി 4 ഷഹദ മഖാമിൽ നിന്നും ആരംഭിച്ച റാലിയിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു.
കാസർഗോഡ് താലൂക്ക് പലവക സഹകരണ സംഘം ചീഫ് എക്സിക്യൂട്ടീവ് ഫോറം ഓണാഘോഷം സംഘടിപ്പിച്ചു. വിവിധ പരിപാടികൾ ശ്രദ്ധേയമായി. കാസർഗോഡ് ജില്ലാ യോഗ ചാമ്പ്യൻഷിപ്പ് കാഞ്ഞങ്ങാട്ട് നടന്നു. 9 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള മത്സരങ്ങളാണ് നടന്നത്.